പഠിക്കാൻ പോകുന്നത് ബോയൻസി ഫോഴ്സ് എന്നാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A body is situated in liquid experience two forces. ഏതൊക്കെയാണ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? The weight of the body acting downwards, the buoyancy acting upwards on the body. ഇനി നമുക്ക് ബോയൻസി ഫോഴ്സ് പഠിക്കാം. ബോയൻസി ഫോഴ്സ് സിമ്പിൾ ആണ്. When an object is fully or partially immersed in a fluid, the upward force exerted by the liquid on the object is the buoyancy force. ഇപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റില് ഇപ്പോൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ടു. ആ പേപ്പർ ബോട്ട് എങ്ങനെ പൊങ്ങിയെടുക്കണേ? ഈ ഒരു ഫോഴ്സിന്റെ കാരണത്തിലാണ് പേപ്പർ ബോട്ട് പൊങ്ങിയെടുക്കുന്നത്. പിന്നെ സർഫസ് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ പിന്നെ അതിന്റെ ഡെൻസിറ്റി നോക്കിയിട്ടാണ് ഇതാവുന്നത്. അതിനാണ് ബോയൻസി ഫോഴ്സിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ബോയൻസി ഈസ് ഈക്വൽ ടു WA minus WA. വെയിറ്റ് ഓഫ് ഒബ്ജക്ട് ഇൻ എയർ ആൻഡ് വെയിറ്റ് ഓഫ് ഒബ്ജക്ട് ഇൻ ലിക്വിഡ് ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയൻസി കിട്ടും. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ബോയൻസി, ഡെൻസിറ്റിയും വോളിയുമാണ് ബോയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സീയിൽ കൂടുതൽ ഉപ്പുണ്ട്. അപ്പോൾ അത് കാരണം മനുഷ്യന്മാർ വരെ പൊങ്ങിക്കെടുക്കും. പിന്നെ വോളിയം, വലിയ കപ്പലുകൾ പൊങ്ങിയെടുക്കണം. അങ്ങനെ വോളിയം ഉണ്ടായിരുന്നു, ഭയങ്കര വോളിയാണ്. പിന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. When an object is completely or partially immersed in a fluid, the buoyancy force acting on the object is equal to the weight of the fluid displaced by the object. This is Archimedes' principle. Principle of floating. Principle of floating. When an object floats on a fluid, the weight of the object and the weight of the fluid displaced are equal. And the equation is relative density. Relative density is equal to density of the substance and density of the water. Density of the substance divided by density of water ആണ് relative density. ഇതോടുകൂടി നമ്മുടെ ബോയൻസി എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.